ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച, ഒരാഴ്ചയുടെ തുടക്കം, പ്രവൃത്തി ദിവസം. ഇന്നു മുതൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങൾ ശക്തരാകട്ടെ, ശ്രേഷ്ഠരായി മാറട്ടെ, ജയാളികളായി മാറട്ടെ. ശക്തരായ മനുഷ്യരെ എങ്ങനെ തിരിച്ചറിയാം? ശക്തരായ മനുഷ്യരെ എങ്ങനെയാണ് നമ്മൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിങ്ങനെയാണ്: മറ്റുള്ളവരെ സഹായിക്കാൻ വളരെയധികം സമയം ചെലവഴിക്കുന്നവർ. ഒന്നുകൂടി പറഞ്ഞാൽ, സ്വന്തം കാര്യങ്ങൾ വളരെ വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ, സ്വന്തം കാര്യങ്ങൾ വളരെ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി സമയം മെനക്കെട്ട് ചെലവഴിക്കുന്നവർ. അതാണ് ബൈബിളിൽ കാണുന്ന ഓരോ അഭിഷിക്തന്മാരും. അവരുടെ ജീവിതത്തിൽ അവരെന്നും പോർക്കളമേടുകളിലായിരുന്നു. അപ്പോസ്തലന്മാരെന്നും പ്രതികൂലങ്ങളിലായിരുന്നു. ഇതിൻ്റെ നടുവിൽ അവർ മറ്റുള്ളവരെ എങ്ങനെ വിടുവിക്കാം, മറ്റുള്ളവരെ എങ്ങനെ രക്ഷിക്കാം, മറ്റുള്ളവരെ എങ്ങനെ നിത്യതയിലോട്ട് അടുപ്പിക്കാം, മറ്റുള്ളവരെ എങ്ങനെ അനർത്ഥങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാം, മറ്റുള്ളവരെ എങ്ങനെ സൗഖ്യമാക്കാം, മറ്റുള്ളവർക്ക് എങ്ങനെ ഒരു അനുഗ്രഹമായി മാറാം. ഇവരത്രേ ഏറ്റവും ശക്തിയുള്ള മനുഷ്യർ. അവരെ വിളിച്ച പേരാണ് അപ്പോസ്തലന്മാർ. അപ്പോസ്തല പ്രവൃത്തി മുഴുവനും അവരെക്കുറിച്ച് നമുക്ക് കാണാം. ഇത് ഇവരിൽ ഇവരുടെ ജന്മം മുതൽ ഉണ്ടായതാണോ? ഇവരുടെ മാതാപിതാക്കൾ ഇവർക്ക് പരിശീലിപ്പിച്ചതാണോ? അല്ല. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഇവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റമാണത്. കർത്താവിൻ്റെ സ്വഭാവമായിരുന്നു. കർത്താവ് പ്രതികൂലങ്ങളുടെ നടുവിലായപ്പോൾ ഒരിക്കൽ ശാസ്ത്രിമാരും പരീശന്മാരും പറഞ്ഞു, ഹേരോദ രാജാവ് നിന്നെ കൊല്ലാൻ നോക്കുന്നു. യേശു വലിയ പ്രതികൂലത്തിൻ്റെ നടുവിലാണ്. യേശുവിനെ കിട്ടിയാൽ മഹാപുരോഹിതന്മാർ കൊല്ലാൻ നോക്കുന്നു, ഹേരോദ രാജാവ് കൊല്ലാൻ നോക്കുന്നു. ഇതിൻ്റെ എല്ലാം നടുവിൽ നിൽക്കുമ്പോഴും യേശു ആ പറഞ്ഞവരോട് പറയുന്നൊരു വാക്കുണ്ട്: നിങ്ങൾ പോയി ആ കുറുക്കനോട് പറ, ഇന്നും നാളെയും ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി 3-ാം നാളിൽ സമാപിക്കും. അതായത് എനിക്ക് വലിയ പ്രതിസന്ധികളാണ്. എനിക്ക് മരണം എൻ്റെ മുൻപിൽ തൊട്ടരികിലെത്തി. മരണത്തിനും എനിക്കും തമ്മിൽ ഒരടി മാത്രമേ അകലമുള്ളൂ. ഞാൻ ഏത് നിമിഷവും പിടിക്കപ്പെടാം. എന്നാൽ അതിന് തൊട്ടു മുമ്പ് ഞാൻ ഒരാൾക്ക് ഉപകാരം ചെയ്തിരിക്കും. അതിന് തൊട്ടു മുമ്പ് ഞാൻ ഒരാളെ സൗഖ്യമാക്കിയിരിക്കും. ഇതാണ് വാസ്തവത്തിൽ ശക്തിയുള്ള മനുഷ്യൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. സ്വന്തം കാര്യങ്ങളെല്ലാം ബലപ്പെട്ട ശേഷം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാമെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ഈ ലോകത്തിൽ ഏറ്റവും വലിയ വിഡ്ഢികളാണ്. അവർക്ക് ഒരിക്കലും അത് സാധ്യമല്ല. കാരണം സ്വന്തം പ്രശ്നങ്ങൾ ഒരിക്കലും ഈ ഭൂമിയിൽ അവസാനിക്കുന്നില്ല. ഒന്ന് കഴിയുമ്പോൾ അതിനേക്കാൾ പല മടങ്ങ് ശക്തിയുള്ളതായിരിക്കും അടുത്തത്. അതുപോലെയാണ് ഈ ഭൂമിയിലെ ജീവിതം. ശാരീരിക പ്രശ്നങ്ങൾ മാറുമ്പോൾ മാനസിക പ്രശ്നങ്ങൾ, അത് കഴിയുമ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇവയെല്ലാം കൂടി ഒന്നിച്ചു വരാം. ഇതിൻ്റെ നടുവിൽ മറ്റുള്ളവരെ സഹായിക്കാൻ എവിടെ നേരം കിട്ടും? ഇതിനെയെല്ലാം മറന്നിട്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന യേശുവിനെ പോലെ, യേശുവിനെ കണ്ടുപഠിച്ച അപ്പോസ്തലന്മാരെ പോലെ നമ്മുടെ കാര്യം മറക്കാം. ഇന്നു മുതൽ മറ്റുള്ളവരുടെ വേദനകളിലേക്ക്, വിഷമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അതിൻ്റെ പേരാണ് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. അങ്ങനെ ചെയ്യുന്നവർക്ക് ധൈര്യമാണ്, അങ്ങനെ ചെയ്യുന്നവർ ശക്തരാണ്, അങ്ങനെ ചെയ്യുന്നവർ വലിയ സമാധാനമുള്ളവരാണ്. കർത്താവ് അതിനുള്ള കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. ചേർന്ന് പാടി യേശുവിനെ നമുക്ക് ആരാധിക്കാം. അസാധ്യങ്ങൾ സാധ്യമേ, தேவா உங்க வார்த்தையாலே அசாத்தியங்கள் சாத்தியமே. தேவா உங்க வார்த்தையாலே அசையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட அமர்ந்திடுமே. அசையாத மலை கூட அசைந்திடுமே.
எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ, മിസ്രയീം ദേശത്തിലും കനാനിലും എല്ലാ ക്ഷാമവും മഹാകഷ്ടവും വന്നാറെ നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതെയായി. മിസ്രയീമിൽ ധാന്യമുണ്ട് എന്ന് കേട്ടിട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ 1-ാം പ്രാവശ്യം അയച്ചു. ജോസഫിൻ്റെ കാലത്തുണ്ടായ മഹാക്ഷാമം, ലോകം മുഴുവനും ഭക്ഷണമില്ലാത്ത ഒരു സമയം. ജോസഫിൻ്റെ സഹോദരന്മാർ വലിയ സമ്പന്നരാണ്. ജോസഫിൻ്റെ പിതാവ് വലിയ സമ്പന്നനാണ്. പണത്തിന്, പൊന്നിന്, വെള്ളിക്ക് ഒന്നിനും കുറവില്ല. എന്നാൽ ധാന്യം ലഭിക്കാൻ, ഭക്ഷണം ലഭിക്കാൻ സാധ്യതകളില്ലാതെയായി. അതുപോലുള്ളൊരു ക്ഷാമം ലോകം മുഴുവനും വന്നു. എന്നാൽ മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് സഹോദരന്മാർ കേട്ടു. എങ്ങനെ മിസ്രയീമിൽ ധാന്യമുണ്ടായി? മിസ്രയീമിൽ ധാന്യമുണ്ടാകാൻ ഉള്ള കാരണം ദൈവമാണ്. ദൈവം അവിടെ ഒരു പദ്ധതി രൂപവൽക്കരിക്കുകയാണ്. യാക്കോബിന്റെ കുടുംബത്തെ മിസ്രയീമിൽ കൊണ്ടുവരാനും യാക്കോബിന്റെ ദൈവത്തെ ആ ലോകത്തിന് പരിചയപ്പെടുത്തുവാനും ഒക്കെ ജോസഫ് എന്ന ഒരു മനുഷ്യനെ ദൈവം ഉയർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ജീവിതത്തിൽ വന്ന എല്ലാ പ്രതിസന്ധികളിലും തീർന്നു പോകാത്ത ഒരുവനെ ലോക ചരിത്രത്തിന്റെ നെറുകയിൽ കൊണ്ടുവന്ന് ദൈവം നിർത്തി. ദൈവത്തിന് ഒരുവനെ എവിടെയെല്ലാം കൊണ്ടുപോയി നിർത്താൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണ് ജോസഫ്. ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹീ വിൽ ആഡ്, അവൻ വീണ്ടും കൂട്ടിച്ചേർക്കും, ഇനിയും ഇനിയും ഇനിയും. അവൻ്റെ അമ്മ അവനെ പ്രസവിച്ചപ്പോൾ ആ പേരിട്ടാണ് അവനെ വിളിച്ചത്. ജോസഫ് ജനിച്ച ശേഷമാണ് യാക്കോബ് സമ്പന്നനായത്. ദൈവം തരും, ദൈവം തരുമെന്ന വാക്ക് ആ വീട്ടിൽ പറയുവാൻ തുടങ്ങി. അതിനു മുമ്പ് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞ് നിരാശയുടെ വാക്ക് പറഞ്ഞിരുന്ന, എനിക്ക് മക്കളെ തരിക അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് വാക്ക് പറഞ്ഞ റാഹേലും, അവളോട് തർക്കിക്കുന്ന യാക്കോബിനെയൊക്കെ നമ്മൾ കാണുന്നു. എന്നാൽ ജോസഫ് ജനിച്ച ശേഷം ആ വീടിൻ്റെ സംസാര ശൈലി മാറി. ദൈവം ഇനിയും കൂട്ടിച്ചേർക്കും, ദൈവം ഇനിയും കൂട്ടിച്ചേർക്കും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഏതെല്ലാം പ്രശ്നങ്ങളാണോ അതെല്ലാം ഒരു വശത്ത് നിൽക്കട്ടെ. ഇന്ന് നിങ്ങൾക്കുള്ള ഒരനുഗ്രഹം എന്തെങ്കിലും ഉണ്ടോ, അതിനോട് ദൈവം നന്മ കൂട്ടിച്ചേർക്കും. നിങ്ങൾക്ക് അല്പസമാധാനമുണ്ടോ, അതിനോട് വീണ്ടും സമാധാനത്തെ ദൈവം കൂട്ടിച്ചേർക്കും. അല്പസന്തോഷം നിങ്ങളുടെ വീട്ടിലുണ്ടോ, നിന്റെ വീട്ടിൽ എന്തുണ്ട് എന്ന് ഏലീശ ചോദിച്ചതുപോലെ അല്പസമാധാനമുണ്ടോ, അതിനെ വർദ്ധിപ്പിക്കും. അല്പസന്തോഷമുണ്ടോ, അത് വർദ്ധിപ്പിക്കും. വേണമെങ്കിൽ ആ വിധവയ്ക്ക് ഏലീശയോട് പറയാമായിരുന്നു, ഒന്നുമില്ല. എന്നാൽ അവളുടെ വീട്ടിൽ ആകെയുള്ളതിനെ അവൾ തുറന്നു പറഞ്ഞു. അവൾക്കറിയാം, എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണ അല്ലാതെ വേറെ ഒന്നുമില്ല. ഒന്നുമില്ല എന്ന ഒരു വാക്ക് പറഞ്ഞില്ല, ഒരു ഭരണി എണ്ണ. അവൾ എന്തു പറഞ്ഞുവോ അതിൽ ആണ് വർധനവുണ്ടായത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടോ അതിനെ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. പാടാനുള്ള അല്പം കഴിവുണ്ടോ, അതിനെ ഒരു വലിയ എണ്ണ പോലെ വർദ്ധിപ്പിച്ച് അതിലൂടെ ഒരു ഭാവി ദൈവം തരും. പഠിക്കാൻ അല്പമെങ്കിലും താല്പര്യവും കഴിവുമുണ്ടോ, കഠിനാധ്വാനം ചെയ്യുന്ന കുഞ്ഞുങ്ങളാണോ, അതിലൂടെ ദൈവം നിന്റെ ഭാവിയെ ദൈവം മെനഞ്ഞെടുക്കും. പല പ്രാവശ്യവും പലതും ചെയ്ത് പലതിലും പൊട്ടിയെങ്കിലും വീണ്ടും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞ പത്രോസിനെ പോലൊരു മനോഭാവമുള്ള വ്യക്തിയാണോ ശ്രദ്ധിക്കുന്നത് എങ്കിൽ നിന്റെ വലയ്ക്കകത്ത് ഒരു വലിയ പെരുത്ത മീൻകൂട്ടാകപ്പെടും. മടുപ്പില്ലാത്ത, തളരാത്ത, ചെറുതിൽ പോലും വലിയ കാര്യങ്ങൾ നടക്കുമെന്ന് ആശ്രയിക്കുന്ന, ഉള്ളതിനെ തിരിച്ചറിയുന്ന വ്യക്തികൾ. ആ വിധവ
അവൾക്കുള്ളതിനെ തിരിച്ചറിഞ്ഞു. ഇന്ന് പലർക്കും അവർക്കുള്ളതിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അവർക്കുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. എന്നാലൊന്ന് ധ്യാനിച്ചു നോക്കിയേ, ദൈവം നിങ്ങൾക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥാനത്ത് വേറെ വല്ലവരാണെന്നെങ്കിൽ അവർ ഇന്ന് ഭൂമിയിൽ ഉണ്ടാകത്തില്ല, ആത്മഹത്യ ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വിഷയങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിയില്ലേ? അതൊരു കഴിവാണ്, അതൊരു കൃപയാണ്, അത് വലിയൊരു ശക്തിയാണ്. നിങ്ങൾ അനുഭവിച്ച പ്രശ്നം വേറെ ആരെങ്കിലും ആണെങ്കിൽ തീർന്നു പോകുമായിരുന്നു. അപ്പോൾ നിങ്ങൾ സാധാരണക്കാരെ വ്യക്തിയാണോ? അല്ല. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം തൊട്ടപ്പുറത്തെ ആ സമ്പന്നനായ മനുഷ്യന്റെ വീട്ടിൽ വന്നാൽ അത് കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യും. എന്നാൽ നിങ്ങൾ അതിനെ നിസ്സാരമായിട്ട് നേരിട്ട വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ വ്യക്തിയല്ല. നിങ്ങളുടെ പക്കൽ എന്തോ ഉണ്ട്. നിങ്ങൾക്ക് എന്തോ സംഭവം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ പക്കൽ എന്തുണ്ട്? വിഷയങ്ങളെ നേരിടാനുള്ള ശേഷി, ഏത് പ്രശ്നത്തിൽ നിന്നും പറന്നുയരാനുള്ള ശക്തി, വരുന്ന വിഷയങ്ങളെ ഒഴിഞ്ഞുമാറി അതിജീവിക്കാനുള്ള ശക്തി, ഇതെല്ലാം കൃപയാണ്, ദൈവം തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വന്ന പ്രശ്നം, നിങ്ങൾ നേരിട്ട പ്രശ്നം വേറെ ആരുമാണെങ്കിൽ ഒന്നുകിൽ സമനില തെറ്റിപ്പോവും, അല്ലെങ്കിൽ മദ്യപാനത്തിലേക്ക് പോവും. ഇത്രയും വിഷയമായിട്ട് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ പൗലോസിനെ പോലെ, ശീലസിനെ പോലെ? എന്നിട്ടാ പറയുന്നത് എനിക്ക് ഒന്നുമില്ലെന്ന്. ആര് പറഞ്ഞു? നിന്റെ പക്കൽ ചിലതുണ്ട്. ഉള്ളതിനെ വലുതാക്കും, ഉള്ളതിനെ ദൈവം വിശാലമാക്കും. ജോസഫ് വിശാലമാകും. ജോസഫിന് ഒന്നുണ്ട്. എന്താ? ഒരു സ്വപ്നമുണ്ട്. വസ്ത്രമില്ല, ഐഡന്റിറ്റി ഇല്ല, ID പ്രൂഫില്ല, ആകെ ഉള്ളത് അടിമ എന്ന പേര് മാത്രം. ഒന്നുമില്ല. വീടെവിടെയാണെന്ന് ചോദിച്ചാൽ പറയാനില്ല, നാടെവിടെയാണെന്ന് ചോദിച്ചാൽ പറയാനില്ല, ഒന്നും പറയാനില്ല. ആരുടെ മുമ്പിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരടിമയ്ക്ക്. അതുപോലൊരു അവസ്ഥയിൽ. എന്നാൽ അവൻ ഒന്നുണ്ടായിരുന്നു, അവൻ അതിൽ മുറുകെ പിടിച്ചു. സ്വപ്നം, അതിൻ്റെ വ്യാഖ്യാനം ദൈവത്തിനുള്ളത്. ദൈവം ഫറവോനത് നല്ല ഉത്തരം തരും. നല്ല ഉത്തരം ദൈവം തരും. സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും ദൈവത്തിനുള്ളത്. കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ ജോസഫ് പറയുന്ന കാര്യം അതാണ്. അതിൻ്റെ അർത്ഥം എൻ്റെ സ്വപ്നമെന്നല്ല, ദൈവത്തിൻ്റേത് ചിലത് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു സാഹചര്യത്തിലും തോറ്റു കൊടുക്കേണ്ട കാര്യമില്ല. തോൽവി ഞാൻ സമ്മതിച്ചാലും ഞാൻ തോറ്റുപോകില്ല. കാരണം ദൈവത്തിൻ്റേത് ചിലത് എൻ്റെ കയ്യിലുണ്ട്. അപ്പൻ്റെ കുടുംബസ്വത്തിൻ്റെ ഒരു വിഹിതം എൻ്റെ കയ്യിലില്ല. എന്നാൽ എൻ്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ ദൈവത്തിൻ്റെ ചിലത് എൻ്റെ കയ്യിലുണ്ട്. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു സ്വപ്നമുണ്ടല്ലോ, അതുണ്ട്. അതിനെ എടുത്തു കളയാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. അത് വർദ്ധിക്കും. ജോസഫിൻ്റെ ജീവിതത്തിൽ ആ സ്വപ്നം പിന്നെ ജയിലിലെത്തിയപ്പോൾ അതിൻ്റെ വ്യാഖ്യാനമായി മാറി. കൊട്ടാരത്തിലെത്തിയപ്പോഴോ സ്വപ്നം, അതിൻ്റെ വ്യാഖ്യാനം, അതുമാത്രമല്ല അതിനുള്ള പരിഹാരമാർഗം, വിഷനും മിഷനും എല്ലാം രാജാവിന് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ ജോസഫ് ശക്തനായിട്ട് മാറി. നിന്റെ പക്കൽ എന്തുണ്ട്? ഉള്ളതിനെ മനസ്സിലാക്കി, ഉള്ളതിനെ ജ്വലിപ്പിച്ച്, ഉള്ളതിനെ ആഘോഷമാക്കി മാറ്റാനൊരു കർത്താവുണ്ട്. ജോസഫിൻ്റെ ജീവിതത്തിൽ അവന് വർദ്ധിക്കാതെ നിവർത്തിയില്ല. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം. ആവർത്തന പുസ്തകം 28:1 മുതൽ വായിക്കുന്നത് പോലെ ദൈവത്തെ ഭയപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ, വചനപ്രകാരം മുന്നോട്ട് പോകുമ്പോൾ, കൽപ്പനകളെല്ലാം അനുസരിച്ച് നടക്കുമ്പോൾ ഇതെല്ലാം നിനക്ക് വന്നു ഭവിക്കും. നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പന ഒന്നും അനുസരിക്കാൻ കഴിയില്ല. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാനൊന്നും കഴിയില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പലതിലോട്ടും പോയെന്ന് വരാം. ദൈവത്തിൻ്റെ കൽപ്പനകൾ മുഴുവൻ അനുസരിക്കാൻ ആർക്കും കഴിയില്ല. ഒരുവൻ സകലതും ചെയ്തിട്ട് ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും കുറ്റക്കാരനെന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ട് മോശയ്ക്ക് പോലും
അവൻ്റെ ജീവിതത്തിൽ ഈ കൽപ്പന കൊണ്ടുവന്ന മോശയ്ക്ക് പോലും അതനുസരിക്കാൻ കഴിഞ്ഞില്ല. ആ കാര്യത്തിൽ അവൻ മോശമായിപ്പോയി. എന്നാൽ യേശു കർത്താവ്, ഈ കൽപ്പന കൊടുത്തവൻ, വിരലുകൊണ്ട് എഴുതിയവൻ, തൻ്റെ കൈ വിരലുകൊണ്ട് കൽപ്പന എഴുതിയവൻ. പിന്നെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, ഒരു പാപിനിയായ സ്ത്രീയെ എല്ലാവരും കൂടി തള്ളിക്കൊണ്ടുവന്ന് താഴെയിട്ടപ്പോൾ അവരുടെ മുൻപിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നിലത്തെഴുതുന്ന ഒരു കർത്താവിനെ കാണാം. സീനായി മലയിൽ മോശയുടെ ആ കൽപ്പലകയിൽ എഴുതിയ അതേ വിരലുകൾ ഇപ്പോഴിതാ നിലത്ത് എഴുതുന്നു. അതെന്താ എഴുതിയെന്നൊന്നും ആർക്കും അറിയില്ല. എങ്കിൽ ഇരമ്യാവിൽ പറയുന്നു, യഹോവയെ മറക്കുന്നവരുടെ പേരുകൾ ഞാൻ മണ്ണിൽ എഴുതും എന്നൊരു വാക്യമുണ്ട്. ദൈവത്തെ മറക്കുന്നവരുടെ പേരുകൾ മണ്ണിൽ എഴുതും. അവൻ സ്വന്തത്തിലേക്ക് വന്നിട്ടും സ്വന്തമായവർ അവനെ കൈക്കൊള്ളാതെ വന്നപ്പോൾ അങ്ങനെയുള്ളവരുടെ പേരുകൾ കർത്താവ് മണ്ണിൽ എഴുതി. അത്രയേ ഉള്ളൂ. ആ സ്ത്രീയോട് പറഞ്ഞു, മോളെ പൊയ്ക്കോ, മേലാൽ പാപം ചെയ്യരുത്, പാപമില്ലാത്തവർ ഒന്നാമത് കല്ലെറിയട്ടെ. അത് പറഞ്ഞപ്പോൾ മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം ഓരോരുത്തരായി അവിടുന്ന് പോയെന്നും നമ്മൾ അവിടെ വായിക്കുന്നു. അതായത് ആരാണ് ഈ കൽപ്പന എഴുതിയത്? അവൻ തന്നെ ഈ ഭൂമിയിൽ വന്ന് ക്രൂശിൽ മരിച്ച് മരത്തിൽ തൂങ്ങുന്നേവന് ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി പാപത്തിൻ്റെ ശാപത്തിൻ്റെ അനീതികളിൽ നിന്ന് നമ്മെ വിലക്ക് വാങ്ങി സകലത് നിവർത്തിയാക്കി. ഇന്ന് ശാപം നമുക്കുള്ളതല്ല, രോഗം നമുക്കുള്ളതല്ല, പാപം നമുക്കുള്ളതല്ല. നാം പുതിയ സൃഷ്ടികളാണ്. യേശുവിലാണ് നാം വർദ്ധിക്കുന്നവർ മാത്രമാണ്. നമ്മുടെ കയ്യിൽ പലതുണ്ട്. നിന്റെ പക്കൽ എന്തുണ്ട്? എൻ്റെ പക്കൽ എന്നിൽ ക്രിസ്തുവുണ്ട്. ഏദൻ തോട്ടത്തിൽ ദൈവം ചോദിച്ചു, ആദാമേ നീ എവിടെ? അതിന് മറുപടി പറയാൻ അവന് പറ്റുന്നില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്നത് കേൾക്കുന്ന ഓരോരുത്തർക്കും അറിയാം, നീ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ക്രിസ്തുവിലാണ്. ഞാൻ വർദ്ധിച്ചേ മതിയാവും. ഞാൻ വർദ്ധിച്ചു വരും. ഞാനൊരു ജോസഫാണ്. വർദ്ധനവ് വീണ്ടും വീണ്ടും എന്നിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കും. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അറിയേണ്ട ഒരു സത്യം, ഞാൻ വർദ്ധിക്കും, ഞാൻ വർദ്ധിക്കും. മിസ്രൈമിൽ ആഹാരമുണ്ടെന്ന് സഹോദരങ്ങൾ ഗോത്രപിതാക്കന്മാർ കേട്ടു. എന്തുകൊണ്ടാ? ജോസഫ് എവിടെയുണ്ടോ അവിടെ വർധനവുണ്ട്. ജോസഫ് എവിടെയുണ്ടോ, അത് പോത്തിഫേറിന്റെ വീട്ടിലാണോ, സകലത്തിലും വർധനവാണ്. ജയിലിലാണോ, അവിടെ ഒരു സമൃദ്ധിയാണ്. കൊട്ടാരത്തിലാണോ, മിസ്രൈമിലാണോ, രാജ്യത്തൊരു സമൃദ്ധിയാണ്. എങ്ങനെയാണ് മിസ്രൈമിൽ ഭക്ഷണമുണ്ടായത്, സമൃദ്ധി ഉണ്ടായത്? ജോസഫിനെ മിസ്രൈം കൈയടിച്ച് ഏറ്റെടുത്തപ്പോഴാണ്, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയപ്പോഴാണ്. എങ്ങനെയാണ് നാം സമൃദ്ധിയുള്ളവരാകുന്നത്? യേശു കർത്താവാകുന്ന ജോസഫിൻ്റെ മുൻപിൽ നാം മുട്ടുകുത്തുമ്പോൾ, സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തുമ്പോൾ, ആ പിതാവിലൂടെ പുത്രനിലൂടെ കടന്നു വരുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടേതായി മാറും. മിസ്രൈമിൽ എങ്ങനെ ആഹാരമുണ്ടായി? മിസ്രൈമ്യർ ജോസഫിന്റെ മുമ്പിൽ മുട്ടുകുത്തി. രാജാവ് പറഞ്ഞു, ജോസഫിന്റെ മുമ്പിൽ മുട്ടുകുത്തുവിൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും. എന്തിനാണ്? സമൃദ്ധിക്ക് വേണ്ടി. ആ സമൃദ്ധി നമ്മിലേക്ക് ഓവർഫ്ലോ ആകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, യേശുവിനെ വണങ്ങുക, യേശുവിനെ ആരാധിക്കുക. നീ പാർക്കുന്നിടത്ത് ധാന്യമുണ്ടാകും, നീ പാർക്കുന്നിടത്ത് സമൃദ്ധി ഉണ്ടാകും, നീ പാർക്കുന്നിടത്ത് വെളിച്ചം ഉണ്ടാകും. നിന്റെ കയ്യിലുള്ളത് വർദ്ധിച്ചിരിക്കും, നീ ഉയർന്നിരിക്കും, നീ മറ്റുള്ളവർക്ക് ഒരു ബ്ലെസ്സിങ് ആയി മാറിയിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഈ തിരുവെഴുത്തുകളെ കേട്ട ഓരോ പ്രിയപ്പെട്ടവരോടും അവിടുന്ന് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഒരു വർധനവിന് വേണ്ടി ഓരോരുത്തരെ വിളിച്ചല്ലോ. ഇന്ന് അവർ കടന്നു പോകുന്നതെല്ലാം നന്മയ്ക്കാണെന്ന് ഉള്ള വെളിപ്പാടിലേക്ക് അവരെ അങ്ങ് നയിക്കണമേ. കൃപ കൊണ്ട് മൂടണമേ. ഇനിയും ഇനിയും നന്മകളാൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന ദിവസങ്ങളായി ഈ ഓഗസ്റ്റ് മാസം തീരട്ടെ. ഒരു സമൃദ്ധിയുടെ വർധനവിൻ്റെ മാസമായി തീരട്ടെ. ഇന്നു മുതൽ പോകുന്നിടത്തെല്ലാം ജയം കാണട്ടെ.
യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങളത് കാണും. ഈ തിരുവെഴുത്തുകൾക്ക് മാറ്റമില്ല. ആകാശവും ഭൂമിയും മാറിയാലും ദൈവവചനം മാറില്ല. വിശ്വസിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.